നമസ്കാരം. അദിത് ടാരോട്ട് ഗൈഡൻസ് എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ ജീവിതത്തിൽ സ്റ്റക്കായി പോയാൽ നിങ്ങൾക്കത് ടാരോട്ട് മാത്രം അത് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ് ഞാൻ ഇന്ന് റീഡ് ചെയ്യാൻ പോകുന്നത്. ഇത് ജനറൽ റീഡിംഗ് ആണ്. അത് ആർക്കൊക്കെ റെസനേറ്റ് ആവുമെന്ന് അറിയില്ല. നിങ്ങളുടെ ഇതാണ് എടുക്കാൻ പോകുന്നത് കേട്ടോ. 4 കാർഡുള്ള സ്പ്രെഡാണ് എടുക്കുന്നത്. നോക്കാം. ആദ്യത്തെ കാർഡ് കാർഡ് ഇപ്പോഴത്തെ അവസ്ഥയാണ് കേട്ടോ. ആദ്യത്തെ കാർഡ് നിങ്ങളുടെ കറണ്ട് ഇതാണ്. എന്താണ് നിങ്ങളിപ്പോൾ ഇതിൽ നിന്ന് തടയുന്നത് നോക്കാം. ഇതിപ്പോൾ നിങ്ങൾക്കിതിൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ കാർഡ് എന്ത് പാഠമാണ് നിങ്ങൾ ഇതിൽ നിന്ന് ഉൾക്കൊള്ളുന്നത് നോക്കാം. ഇപ്പോഴത്തെ നിങ്ങളുടെ കറണ്ട് അവസ്ഥ എന്ന് പറയുന്നത് ഹെറോഫൻ്റാണ്. ഹെറോഫൻ എന്ന് പറയുന്നത് പാരമ്പര്യത്തിൽ ഊന്നിയിട്ടുള്ള ഒരു ഇതാണ്. ഒരു പാരമ്പര്യം കൈമാറുന്ന ഒരു വ്യക്തിയാണ് ഹെറോഫൻ കാർഡ്. മേജർ ആർക്കാന കാർഡാണ്. ഇപ്പോൾ എന്താണ് ഇത് നിങ്ങൾ തടയുന്നത്? ഇപ്പോൾ 2 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. 2 സിറ്റുവേഷൻ ഉണ്ട് നിങ്ങൾക്ക്. ഇത് രണ്ടും കൈകാര്യം ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ടാണ് നിങ്ങൾ കാണിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്കിത് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ 8 ഓഫ് കപ്പാണ് കാണിക്കുന്നത്. 8 ഓഫ് കപ്പ് പറയുമ്പോൾ അതൊരു നിരാശ. അത് ഒന്ന് നിങ്ങൾ തിരിഞ്ഞ് നടക്കുക എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരു നിരാശയിൽ തിരിഞ്ഞ് നടക്കേണ്ട ഒരവസ്ഥയാണ്. അടുത്തത് എന്ത് പാഠമാണ് ഉൾക്കൊള്ളേണ്ടതെന്ന് ചോദിക്കുക. പേജ് ഓഫ് വാണ്ട്. പുതിയൊരു ഊർജം സംഭരിച്ചിട്ട് നിങ്ങളതിൽ നിന്ന് മുന്നോട്ട് പോകാൻ. ഇപ്പം നിങ്ങളിങ്ങനെ പോകുന്നുണ്ട്. ഇപ്പോൾ ഹെറോഫൻ കാർഡ് എന്ന് പറയുമ്പോൾ അത് പാരമ്പര്യം കൈമാറുന്നൊരു വ്യക്തിയാണ്. പാരമ്പര്യം ഇത് മേജർ ആർക്കാന കാർഡാണ്. ഇത് 2 ഓഫ് പെൻറ്റക്കിൾസ് 2 സിറ്റുവേഷൻ കൈകാര്യം ചെയ്യുന്ന ഒരു ഇതാണ്. ഇപ്പോൾ നിങ്ങളിപ്പോൾ തടയാൻ കാരണം അതാണ്. 2 സിറ്റുവേഷനാണ് നിങ്ങളിപ്പോൾ കൈകാര്യം ചെയ്യേണ്ടത്. അത് തടയേണ്ടത്. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ 8 ഓഫ് കപ്പാണത്. അപ്പോൾ നിരാശയോടെ നിങ്ങളത് തിരിഞ്ഞ് നടക്കണ ഒരു പോലെയാണത് കാണിക്കുന്നത്. അടുത്തത് ഇതിൽ എന്ത് പാഠമാണെന്ന് വെച്ചാൽ നിങ്ങൾ പുതിയതായിട്ട് വേറെ ഇതിന്ന് തിരിഞ്ഞ് നടക്കുക. അപ്പോൾ അടുത്തത് പുതിയതായിട്ടൊരു പുതിയ ഊർജത്തിലേക്ക് നോക്കി. പേജ് ഓഫ് വാണ്ട് പറയുമ്പോൾ പുതിയ ഒരു ആക്ഷൻ എടുക്കാൻ, പുതിയൊരു കാര്യത്തിലേക്ക് നിങ്ങൾ മുന്നിട്ടിറങ്ങാനാണ് പറയുന്നത് കേട്ടോ. ഇത് പാരമ്പര്യത്തിൽ ഊന്നിയിട്ടുള്ള ഒരു ആൾ. 2 സിറ്റുവേഷൻ കൈകാര്യം ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരു നിരാശയിൽ നടക്കുകയാണ് ഇപ്പോഴത്തെ അത്. അപ്പോൾ ഇത് പേജ് ഓഫ് വാണ്ട് പറയുമ്പോൾ പുതിയൊരു ആക്ഷൻ ക്രിയേറ്റിവിറ്റിയുടെ കാർഡാണ്. പുതിയൊരു ആക്ഷൻ എടുത്തിട്ട് നിങ്ങളതിൽ മുന്നേറാനാണ് പറയുന്നത് കേട്ടോ. അതാണ് ഈ 4 കാർഡ് എടുത്തതിൽ വന്നിരിക്കുന്നത്. നമുക്കതിൽ ഒരു ഏഞ്ചൽ കാർഡ് കൂടി നോക്കാം. ഏഞ്ചൽ കാർഡ് വരുമ്പോൾ എന്താണ് പറയണമെന്ന് നോക്കാം. ഏഞ്ചൽ കാർഡിൽ ഏഞ്ചൽ കാർഡ് വരുന്നത് ഫൊർഗീവ്നെസ് എന്നാണ് പറയുന്നത്. ഫൊർഗീവ്നെസ് പറയുന്നത് ഏതോ നിരാശ ഈ ഫൊർഗീവ്നെസ് കൊടുക്കാനാണ് പറയുന്നത്. ഹെറോഫൻ്റ് പാരമ്പര്യം കൈമാറ്റം. 2 ഓഫ് പെൻറ്റക്കിൾസ് 2 കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതാണ്. ഇപ്പോൾ അതാണ് നിങ്ങളെ ആ കാര്യത്തിൽ നിന്ന് തടയുന്നത്. ഇപ്പോഴത്തെ അവസ്ഥ ഹെറോഫൻ കാർഡ് പാരമ്പര്യം കൈമാറേണ്ടത് 2 കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങളതിൽ നിന്ന് വിട്ടു പോവുകയാണ്. പേജ് ഓഫ് വാണ്ടാണ്. പുതിയൊരു ഇതിലേക്കാണ് നിങ്ങൾ ശ്രദ്ധ കൊടുത്ത് നിൽക്കുന്നത്. പുതിയൊരു അഭിനിവേശത്തിൻ്റെ കാർഡാണ് കേട്ടോ. ആക്ഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റിയുടെയാണ്. പുതിയൊരു ഇതിലേക്കാണ് തുടങ്ങാൻ പാടുള്ളത്. അപ്പോൾ ഇത് ഫൊർഗീവ്നെസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തൊരു കാർഡ് കൂടി നോക്കട്ടെ. അടുത്ത കാർഡ് വന്നിരിക്കുന്നത് ഹെൽപ്ഫുൾ പീപ്പിൾ എന്നാണ് പറയുന്നത് കേട്ടോ. ഹെൽപ്ഫുൾ പീപ്പിൾ ആരെങ്കിലും നിങ്ങളെ സഹായിക്കാൻ ഉണ്ടാവും എന്നാണ് തോന്നുന്നത് കേട്ടോ. ഇതാണ് ഇപ്പോഴത്തെ നോക്കാം. ഹെറോഫണ്ട് ഒരു പാരമ്പര്യം കൈമാറുന്ന വ്യക്തി. 2 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. 2 സാഹചര്യത്തിനെ ഒരു കൈകാര്യം ചെയ്യാനുള്ള ഒരു ഇതാണ് നിങ്ങളെ ഇപ്പോൾ തടയുന്നത്. ഇപ്പോഴത്തെ കണ്ടീഷൻ നിങ്ങളെ തടയുന്നത് 2 കൈകാര്യം ചെയ്യുന്നുണ്ട് നിങ്ങൾ 2 കാര്യങ്ങൾ. അപ്പോൾ അതാണ് നിങ്ങളെ തടയുന്നത്. അപ്പോൾ അത് ഇപ്പോൾ എന്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും നോക്കി അത് തിരിഞ്ഞ് നടക്കാനാണ്
തിരിഞ്ഞു നടക്കുന്ന കാർഡാണ് വന്നിരിക്കുന്നത്. എല്ലാം കപ്പൊക്കെ അടുക്കി വെച്ച് എല്ലാം നിരാശയായിട്ട് ആഗ്രഹമായിട്ടാണ് നിരാശയായി തിരിഞ്ഞു നടക്കുന്നു. പേജ് ഓഫ് വാണ്ടിൻ്റെ കാർഡെന്ന് പുതിയൊരു അഭിനിവേശത്തിൻ്റെ കാർഡ്, പുതിയൊരു ആക്ഷൻ ക്രിയേറ്റിവിറ്റിയുടെ കാർഡാണത്. ഫോർഗീവ്നെസ് എന്ന് വന്നിട്ടുണ്ട്, ഹെൽപ്ഫുൾ പീപ്പിൾ എന്നും വന്നിട്ടുണ്ട് കേട്ടോ. 2 കാർഡ് ഏഞ്ചൽ കാർഡ് എന്ന് പറയുമ്പോൾ 2 എണ്ണം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഇത് റെസനേറ്റ് ആവുന്നവരെടുക്കൂ, അല്ലാത്തവർ വിട്ട് കളയൂ കേട്ടോ.